السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. രാവിലെ ആകുന്നു, വൈകുന്നേരമാകുന്നു, ഓരോ ആഴ്ചകൾ കഴിഞ്ഞു കടക്കുന്നു. റമദാൻ ഷരീഫിൻ്റെ ഓരോ ദിനങ്ങളും എത്ര പെട്ടെന്ന് വിട പറയുന്നു. ഇവിടെ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഉമറു ഉമ്മത്തി മിൻ 60 സനതൻ ഇലാ 70 സന. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, സുനനു തുർമുദി 2331 ഹദീസ്. എൻ്റെ സമുദായത്തിൻ്റെ ആയസ്, എൻ്റെ സമുദായത്തിൻ്റെ ഉമർ വയസ്സ്, എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ ഉംറ് അത് 60 വർഷം മുതൽ 70 വർഷം വരെയാണ്. അതിൻ്റെ അപ്പുറമുണ്ടാകുന്നത് വളരെ കുറവാണ്. എന്നാൽ ദീർഘായുസ്, ആയുസ് ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാം നന്നായിക്കൊള്ളം എന്നില്ല. തൂലുൽ ഹയാത്തി മഹ്മൂദുൻ വ മദ്മൂമുൻ, ഹാഷിത്തു സാവി അല തഫ്സീറുൽ ജലാലിൽ കാണാം. ദീർഘായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശംസിക്കപ്പെട്ടതാണ്, ചിലപ്പോൾ അത് മോശപ്പെട്ടതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശംസിക്കപ്പെട്ടതാണ് ദീർഘായുസ് ഉണ്ടാകുക, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ടതാണ്. ഇബ്ലീസ് മൽഊന്റെ ദീർഘായുസ് അത് വളരെ മദ്മൂമാണ്, മോശപ്പെട്ടതാണ്. ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീർഘായുസ് അത് വളരെ പ്രശംസിക്കപ്പെട്ടതുമാണ്. കാരണം മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു എന്നാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ആയുസ് നീണ്ടതോടുകൂടെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചു, സൽക്കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, എന്നാൽ അയാൾ വളരെ നല്ല ആളാണെന്നും. മൻ ത്വാല ഉംറുഹു വ സാഅ അമലുഹു, ആയുസ് നീണ്ടിട്ടുണ്ട് പക്ഷേ പ്രവർത്തനങ്ങൾ മോശമായിട്ടുണ്ടെന്ന വളരെ മോശപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ ഏതായാലും ദീർഘായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാം മഹ്മൂദ് ആയിക്കൊള്ളം എന്നില്ല, മദ്മൂമോ ആകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ ദീർഘായുസും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതം ഖൈറാമോടെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്ത് ഇഷ്കോടുകൂടെ നല്ല ഒരു ജീവിതം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഖൈറാകുമ്പോൾ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തായിട്ട് അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ലാ തഖൂമു സ്സഅതു ഹത്താ യതഖാറബ സമാൻ ഫതകൂനു സനതു കശ്ശഹരി വശ്ശഹ്റു കൽ ജുമഅതി വതകൂനുൽ ജുമഅതു കൽ യൗമി വയകൂനുൽ യൗമു കസ്സഅതി വതകൂനു സഅതു കൽ ലർമത്തി മിനൻ നാർ. ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, കാലങ്ങളിൽ എല്ലാം അടുത്തടുത്ത് വരുന്നത് വരെ. ഒരു വർഷം ഒരു മാസം പോലെ, ഒരു മാസം ഒരു ആഴ്ച പോലെ, ഒരു ആഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ തീ കത്തിക്കുന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് 2332 റിപ്പോർട്ട് ചെയ്യുകയാണ്. ബുഖാരിയിലും അതിൻ്റെ ഹാഷിയ ജംഉൻ നിഹായ മുഖ്തസർ ഇബ്നു ജംറ, അതുകൂടെ ഹാഷിദു ഷൻവാനി, അതെല്ലാം വിശദമായി ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. എത്ര പെട്ടെന്നാണ് സമയങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ മുൻ സമുദായക്കാർ 500 വർഷം 1000 വർഷം ഒരുപാട് ആയുസ് ജീവിച്ചവരാണ്. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയുസ് കുറവാണ്. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്ബ ഉള്ളത് കൊണ്ട് ഈ ഉമ്മത്തിനിക്ക് അള്ളാഹു വലിയ കാരുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റമദാൻ ഷരീഫ് പോലത്തത്, ലൈലത്തുൽ ഖദർ പോലത്തത്, അതുപോലെ ഹസനാത്ത് മുളാഅഫത്തായിട്ട് കൂലിയൊക്കെ എല്ലാം അള്ളാഹു നൽകി. ഒരുപാട് പ്രതിഫലം അള്ളാഹു എല്ലാ നന്മകൾക്കും അള്ളാഹു ധാരാളം തന്ന്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത്, മറ്റു സമുദായക്കാരുടെ ആയുസ് ഒരു ഭാഗത്ത്, ഈ ഉമ്മത്തിനിക്ക് പ്രത്യേകമായ ചില ഇബാദത്തുകൾ എല്ലാം അള്ളാഹു നൽകിയതുകൊണ്ട്, കുറഞ്ഞ ഇബാദത്ത് കൊണ്ട് അവരെക്കാളും കൂടുതൽ സ്ഥാനത്തേക്ക് എത്താൻ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ സമുദായത്തിനിക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഒരുപാട് വിഷയത്തിൽ ഈ ഉമ്മത്തിനിക്ക് മറ്റു സമുദായത്തെക്കാളും മഹത്വമുണ്ട്. മുൻ സമുദായത്തിനിക്ക് ഇല്ലാത്ത പലതും ഈ ഉമ്മത്തിനിക്ക് അല്ലാഹു തആല മഹളായ ഫദ്ല് കൊണ്ട് ധാരാളം നൽകിയിട്ടുണ്ട്. മുൻ സമുദായക്കാർക്ക് പ്രത്യേകമായി ഇബാദത്ത് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ തന്നെ ഇബാദത്ത് എടുക്കണം, അല്ലാത്ത സ്ഥലത്ത് പോയി ഇബാദത്ത് എടുക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഉമ്മത്ത് മുഹമ്മദിയാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം, എവിടെയും ഇബാദത്ത് എടുക്കാം. ജുഇലത്തിൽ അർദു കുല്ലുഹാ മസ്ജിദ, ശുദ്ധിയുള്ള ഭൂമി എവിടെയും ഇബാദത്ത് എടുക്കാം, നിസ്കരിക്കാം. പക്ഷേ അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, പള്ളികളാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നത് ഉണ്ടെങ്കിലും എവിടെയും ഇബാദത്ത് എടുക്കാൻ ഈ ഉമ്മത്ത് മുഹമ്മദിയാക്ക് സാധിക്കും, പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മുൻ സമുദായത്തിലേക്ക് അറുക്കുമ്പോൾ ഉൽഹിയത്തോ മറ്റോ അല്ലെങ്കിൽ ഗനീമത്തിന്റെ സമ്പത്തുണ്ടെങ്കിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ ആകാശത്തിൽ നിന്ന് തീയ് വന്നിട്ട് അതിനെ കത്തിക്കണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗനീമത്തിന്റെ സമ്പത്താവട്ടെ ഉൽഹിയത്തിന്റെ മാംസമാവട്ടെ എല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന പറ്റുന്ന വിധത്തിലാക്കി അതിലും നമ്മുടെ അംശയം അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്. അതുപോലെ വെള്ളം കൊണ്ട് ശുദ്ധീകരണം മാത്രമേ മുൻ സമുദായത്തിന് പറ്റുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മണ്ണ് അത് ശുദ്ധിയാക്കാനുള്ള മാർഗം തയമ്മുമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ മുൻ സമുദായത്തിന്റെ ദോഷങ്ങൾക്കുള്ള തൗബ, അവർക്ക് തൗബ കൂടെ കഫാറത്ത് കൊടുക്കലും നിർബന്ധമായിരുന്നു. അതോടുകൂടെ അവരുടെ ദോഷങ്ങൾക്കുള്ള കഫാറത്ത്, ദോഷങ്ങൾ മറ്റുള്ളവർക്ക് വെളിവാക്കപ്പെടുമായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ദോഷങ്ങൾ മാത്രം കക്കുക, വ്യഭിചരിക്കുക, അത് ഇസ്ലാം രാഷ്ട്രങ്ങളിൽ അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു. അതേ സ്ഥാനത്ത് ബാക്കിയുള്ള എല്ലാ തെറ്റുകൾ രഹസ്യമായി തന്നെ ശരിക്കും തൗബ ചെയ്താൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയാണ്. ഇത് ഈ ഉമ്മത്ത് മുഹമ്മദിയാക്ക് അല്ലാഹു തന്ന വലിയൊരു നിഅമത്താണ്. ചില ദോഷങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ആണെങ്കിൽ നിയമപ്രകാരം ചില ശിക്ഷകളും നടപ്പിലാക്കേണ്ടത് ഉണ്ട്. പക്ഷേ അധികവും അല്ലാഹു സുബ്ഹാനഹു തആല തൗബ ചെയ്താൽ തന്നെ, അള്ളാഹുവിനോട് തൗബ ചെയ്താൽ തന്നെ ദോഷങ്ങളൊക്കെ മാഫാക്കുന്ന വിധത്തിലാണ് ഈ ഉമ്മത്ത് മുഹമ്മദിയാക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഉമ്മത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്ത് സ്വർഗത്തിൽ കടക്കാതെ മറ്റു ഉമ്മത്ത് സ്വർഗത്തിൽ കടക്കലെ ഹറാമാണ്, ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന ചിന്തശക്തി ഉപയോഗപ്പെടുത്തി ഈ വിഷയങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാമി ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ വഅഖറല്ലാഹു 99 റഹ്മ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ 2752 ഹദീസ് ഉദ്ധരിച്ചതാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് 100 റഹ്മത്തുണ്ട്. ഇവിടെ കാണുന്ന റഹ്മത്തുകൾ മനുഷ്യരുടെയും ജിന്നുകളുടെയും നാക്കാലികളുടെയും അതുപോലെ പ്രാണികളുടെയും എല്ലാം ഇടയിൽ കാണുന്ന കാരുണ്യം, അതുപോലെ ഹശറാത്തുൽ അർള് ഭൂമിയുടെ പ്രാണികളുടെ ഇടയിൽ കാണുന്ന കിർഫകളും കാരുണ്യവും, അതുപോലെ ജീവികൾ തൻ്റെ മക്കളോടുകൂടെ കാണിക്കുന്ന കിർഫകളും കാരുണ്യങ്ങളും, ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൽ നിന്ന് ഒരു അംശം മാത്രമാണ്. ബാക്കി 99 റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറത്ത് അടിമകൾക്ക് പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല പിന്തിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ അത് രേഖപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് നാം ചിന്തിക്കണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രമാത്രമുണ്ട്. നമ്മുടെ ആയുസ് കുറവാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇത്രമാത്രം വിശാലമായി ഉള്ളത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് അല്ലാഹു തആല ധാരാളം റഹ്മത്തുകൾ ഇരുവീട്ടിലും അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിട്ടുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ ഹയാതക ഖബ്ല മൗതിക വഫറാഹക ഖബ്ല ശുഗ്ലിക വഗിനാക ഖബ്ല ഫഖരിക വശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക. 5 കാര്യത്തിന് മുമ്പ് 5 കാര്യം ചെയ്യണം. നിങ്ങൾ ഗനീമത്താക്കണം, മുതൽക്കൂട്ടമായി മനസ്സിലാക്കണം. ജീവിതത്തിനെ മരണത്തിന്റെ മുമ്പ് മുതൽക്കൂട്ടമാക്കണം. വൈവ് സമയം ലഭിക്കുമ്പോൾ
എന്തെങ്കിലും മസ്റൂഫാകുമ്പോൾ ജോലിയാകുന്നതിന്റെ മുമ്പ് അതിനെ മുതൽക്കൂട്ടമായി മനസ്സിലാക്കണം. അതുപോലെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഐശ്വര്യതയെ നിങ്ങൾ മുതൽക്കൂട്ടമായി വിചാരിക്കണം. വാർദ്ധക്യം വയസ്സുകാലം വരുന്നതിന് മുമ്പ് യുവത്വകാലത്തിനെ നിങ്ങൾ മുതൽക്കൂട്ടമാക്കണം. അതുപോലെ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തിനെ നിങ്ങൾ വലിയ മുതൽക്കൂട്ടമാക്കി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്രിക്കിൽ 7846 ഹദീസിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാമുൽ ഹുദ അബുൽ ലത്തീഫ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ ഗാഫിലയിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിൽ എത്രമാത്രം ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട് അബുൽ ലത്തീഫ് സമർഖന്ദി റഹ്മത്തുള്ളാഹി തംബീഹുൽ ഗാഫിലയിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹാത്തിമുൽ അസ്സം റഹ്മത്തുള്ളാഹി പറഞ്ഞതും അബൂ ലൈസ് സമർഖന്ദി റഹിമഹുല്ലാഹ് പറയാണ്, അർബഅത്തുൽ ലാ യരിഫു ഖദ്റഹ അർബഅ, 4ന്റെ വില ആളുകൾക്ക് അറിയുള്ളൂ. യുവത്വത്തിന്റെ വില വയസ്സായ ശേഷമേ അറിയുകയുള്ളൂ. അതുപോലെ ആരോഗ്യത്തിന്റെ വില രോഗം കൊണ്ടും മറ്റും പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അറിയുകയുള്ളൂ. അങ്ങനെ വിശദമായി ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാമുൽ ഹുദ അബൂ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി തംബീഹുൽ ഗാഫിൽ ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ളത് ആരാണ് നബിയെ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരാളുടെ ആയുസ് നീണ്ടിട്ടുണ്ട്, അയാളെ പ്രവർത്തനം അയാൾ നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ പ്രവർത്തനം നന്നായിട്ടുണ്ടെങ്കിൽ അയാളാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ള ആള്. വീണ്ടും ഇയാൾ ചോദിച്ചു, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരാൾക്ക് ആയുസ് നീണ്ടിട്ടുണ്ട്, അയാളെ പ്രവർത്തനം മോശമായിട്ടുണ്ട്, എന്നാൽ അയാൾ വളരെ മോശപ്പെട്ട ആളാണെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനൻ തുർമുദി 2330 ഹദീസിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വലിയ ഒരു മുതൽക്കൂട്ടമായി മനസ്സിലാക്കണം. നമ്മുടെ ഇനിയും ഹമാക്കത്ത് കൂടാതെ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാനും കേൾക്കാനും പഠിക്കാനും തൗഫീഖ് തന്നതിൽ തന്നെ അള്ളാഹുവിന്റെ വലിയ ഒരു റഹ്മത്താണ്. ഇതിലൊക്കെ ഒരു സൂചന ഉണ്ട്. അള്ളാഹു ഖൈറിന്റെ വാദം നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഇത് കേൾക്കാൻ തൗഫീഖ് ലഭിക്കുന്നത്. ഇത് പഠിക്കാനും ഇത് നോക്കാനും എല്ലാം തൗഫീഖ് ലഭിക്കുന്നത് അള്ളാഹു നമുക്കോട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന് ചിന്തിക്കാം. അത് തന്നെ മതി. എന്നിട്ട് നമ്മൾ അത് മുതൽക്കൂട്ടമായി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങൾ പിന്നിൽ നിന്ന് എന്റെ ചുമലുകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് കും ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ദുനിയാവിൽ ആകേണ്ടത് ഒരു അജ്നബിയായ ആള്, യാത്രക്കാരനെ പോലെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുന്ന വാക്കാണ്, ഇദാ അംസൈത ഫലാ തൻതളിർ സബാഹ വഇദാ അസ്ബഹത ഫലാ തൻതളിൽ മസാഅ വഖുദ് മിൻ സിഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. വൈകുന്നേരമായാൽ സുബിയാകുമെന്ന് പ്രതീക്ഷിക്കണ്ട, സുബി ആയാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിന്റെ ആരോഗ്യത്തിന് രോഗത്തിന്റെ മുമ്പ്, നിന്റെ ആരോഗ്യത്തിൽ നിന്ന് രോഗത്തിന് വേണ്ടിയിട്ടും അതുപോലെ നിന്റെ ജീവിതത്തിന്റെ മരണത്തിന്റെ മുമ്പും നീ മുതൽക്കൂട്ടമായി മനസ്സിലാക്കിക്കോ. അതായത് ആഖിറത്തിന് വേണ്ടിയിട്ട് നീ അതിനെ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റൊരു റിവായത്തിൽ കാണാം, വഉദ്ദ നഫ്സക മിൻ ഫീ അഹ്ലിൽ ഖുബൂർ, നീ സ്വന്തത്തിനെ ഖബറാളിയാണെന്ന് ചിന്തിച്ചുകൊണ്ട്, തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, ഒരുപാട് തൗഫീഖുകൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളെ മഹാന്മാർ വെമ്പിറ്റുകൊണ്ട് നമ്മളെ ജീവിതം നന്നാക്കണം. നമുക്ക് ആയുസ് കുറവാണ്. അതിന്റെ വേളയിൽ തന്നെ ഒരുപാട് നമുക്ക് ഭൗതികമായ ജീവിക്കുമ്പോൾ ഒരുപാട് വിഷയത്തിൽ നമുക്ക് കാലങ്ങൾ അതിനു വേണ്ടി തന്നെ ചെലവാക്കേണ്ടി വരികയാണ്. എന്നിട്ടും നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ ഭക്ഷണം, പാനീയം, അതുപോലെ സംസാരം, ഇതെല്ലാം മുൻഗാമികളാ മഹാന്മാർക്ക് കുറവായിരുന്നു. അതെല്ലാം കൂടുതലാണ് നമുക്ക്. അതോടുകൂടെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ കുറഞ്ഞ ആയുസാണ്. നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് മുതൽക്കൂട്ടമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മഹത്തുക്കളൊക്കെ ധാരാളം പഠിപ്പിച്ചതുണ്ട്. ഒരുപാട് സ്വലവാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ മഹാന്മാരൊക്കെ പഠിപ്പിച്ചു. ഒരു സ്വലാത്ത് എല്ലിയാൽ ധാരാളം പ്രതിഫലം കിട്ടുന്ന സ്വലാത്തുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഒരു തസ്ബീഹ് ചൊല്ലിയാൽ ധാരാളം തസ്ബീഹുകൾ ചൊല്ലുന്ന
ഇതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അതുപോലെ പരിശുദ്ധ ഖുർആന്റെ ഒരുപാട് സൂറത്തുകൾ, ആയത്തുകൾ അത് ചെല്ലുമ്പോൾ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി ലതായിഫുൽ മിനൻ, അതുപോലെ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുൽ ജന്നയിലൊക്കെ വിശദീകരിച്ചതുപോലെ അഫ്ളലു സ്വലവാത്ത് അലാ സയ്യിദി സാദാത്ത്, അതുപോലെ സഅദത്തുദ് ദാറൈനിലൊക്കെ ഒരുപാട് സ്വലവാത്തുകൾ, ധാരാളം പ്രതിഫലിപ്പിക്കുന്ന സ്വലാത്തുകളൊക്കെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട അഹ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാഹ്. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്ത് ചെയ്ത പ്രതിഫലമാണെന്ന് അഫ്ളലു സ്വലവാത്തി അലാ സയ്യിദി സാദാത്ത് 149 പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വലാത്തിനെ സംബന്ധിച്ച് ധാരാളം സ്വലാത്ത് യൂസുഫ് നബഹാനി തങ്ങൾ അഫ്ളലു സ്വലവാത്തിലും സഅദത്തുദ് ദാറൈനിലും ഹാഫിള് സഖാവി റഹ്മത്തുള്ളാഹി അവിടുത്തെ അൽ ഖൗലുൽ ബദീയിലും അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞത് കാണാം. മജ്മൂ സവായിദിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടി ജസല്ലാഹു അന്ന മുഹമ്മദൻ മാ ഹുവ അഹ്ലുഹു, അല്ലെങ്കിൽ ജസല്ലാഹു അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്നവർക്ക് 70 മലക്കുകൾ ഒരു 1000 ദിവസം മുതൽക്കേ കൂലികൾ എഴുതിക്കൊണ്ടേ ഇരിക്കുമെന്ന് മജ്മുഉ സവായിദ് 10-ാം വാല്യം 254 പേജിൽ കാണാം. ജസല്ലാഹു അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു. അതുപോലെ സാവിലും അതുപോലെ ഇബ്നു അസാക്കിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, ഒരാൾ രാത്രിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ റബ്ബിൽ അർശിൽ അലീം 3 പ്രാവശ്യം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദറിന് എത്തിച്ചതുപോലെയാണ്. എല്ലാ രാത്രി ഇത് ചെല്ലണമെന്നും പ്രത്യേകം ഇമാം സാബി റഹ്മത്തുള്ളാഹി പരിശുദ്ധ റമളാൻ ഷരീഫിന്റെ എല്ലാ രാത്രിയിലും അവസാനത്തെ 10 രാവുകളിൽ ഇത് ചെല്ലണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അലീം 3 പ്രാവശ്യം ചെല്ലണമെന്ന് മഹത്തുക്കളൊക്കെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം ഖൈറാത്തുകൾ ചെയ്തിട്ട് നമ്മുടെ ചുരുങ്ങിയ ആയസ്സിനെ നമ്മൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്ന നിലയ്ക്ക് ആഖിറത്തിന് വേണ്ടി ഒരുപാട് സമ്പാദിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.